ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓയിസ്റ്റർ മഷ്റൂം കൊണ്ട് തേങ്ങ അരച്ച് മസാല ഇട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ ഓയിസ്റ്റർ മഷ്റൂം ഫാം ഫ്രഷായിട്ട് വാങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അവർ നേരിട്ട് കറി വെച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. വാഷ് ചെയ്യുമ്പോണ്ടും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും വാഷ് ചെയ്ത് അത് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ മഷ്റൂം ഇവിടെ ഞാൻ പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓയിസ്റ്റർ മഷ്റൂം ആയിരുന്നു. അപ്പോൾ നമുക്കിതിനെ ആദ്യം ഞാൻ കുറച്ചെടുത്ത് കറി വെക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. പൂരി ഉണ്ടാക്കാനുണ്ട്. അപ്പം വാങ്ങുന്ന പൂരിയാണ്. പൂരിയിൽ അത് ഉണ്ടാക്കുക. പുതിയ റിലയൻസിൽ നിന്ന് കിട്ടിയതാണ് ഹോൾ വീറ്റ് പൂരി. ഇതുപോലെ പൊങ്ങിയൊന്നും പറ്റില്ല, അത്യാവശ്യം പൂരിയൊക്കെയാണ്. അതിന് കറിയായിട്ട് നമുക്കിതിനെ ഒന്ന് കുറച്ച് ഉണ്ടാക്കാം. തേങ്ങ അരച്ചുണ്ടാക്കണമെന്നാണ് എനിക്കൊരു ആഗ്രഹം. ഈ സാധാരണ വറുത്തരച്ചൊക്കെയാണ് കറി വെക്കുന്നത്, പക്ഷേ തേങ്ങ അരച്ചൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ചെടുത്ത് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് സവാളയൊക്കെ ഇട്ട് വഴറ്റി പച്ചവെള്ളവും ഇഞ്ചിയും കരിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് തേങ്ങയോടെ അരച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെടുത്തൊന്ന് വഴറ്റട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, കടുക് എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മഷ്റൂമും കൂടി ഇട്ടങ്ങ് വഴറ്റും. കുറച്ച് മതി. നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി അതൊരല്പം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഞാൻ ഇട്ടതാണ്. ഇട്ടിട്ട് ഒന്ന് അരച്ച് വെച്ച് വരും. വെള്ളമൊക്കെ വന്നുകൊണ്ട് അധികം വെള്ളം ഇറങ്ങുകയല്ല വിചാരിക്കുന്നു. ഇനി കുറേ ഉണ്ട് മഷ്റൂം. അതിന് നമുക്ക് പിക്കിൾ ഉണ്ടാക്കാം. ബട്ടൺ മഷ്റൂം നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഓയിസ്റ്റർ മഷ്റൂമാണ് നമുക്ക് പിക്കിൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ച തേങ്ങ അരച്ച് വേണം. വേണമെങ്കിൽ കുറച്ച് മസാലയും കൂടി ചേർത്ത് അരയ്ക്കും. കുറച്ച് ഇട്ടില്ല. അപ്പോൾ ഇതൊന്ന് വാഴുന്ന കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് നേരം അരച്ച് വെച്ച് വേവിച്ച് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്യാറിച്ചെടുക്കാം. മഷ്റൂമിനൂടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഞാനങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മുടെ മഷ്റൂമിൽ നിന്ന് വേവിക്കാൻ നമുക്ക് അതവിടെ നിന്ന് വേട്ടെ. അപ്പോഴത്തേക്കും ഒന്ന് തേങ്ങ അരച്ചിട്ട് ഫ്രണ്ട്സ്, ഞാനതിലേക്ക് കുറച്ച് വെജിറ്റബിൾ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടൊന്ന് വെന്ത് വേട്ടെ. നല്ലൊരു ഫ്ലേവറൊക്കെ വരും. നല്ല ടേസ്റ്റാണ് വെജിറ്റബിൾ മസാലയുടെ കൂട്ടിന്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഷ്റൂമൊക്കെ ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഉപയോഗിക്കാം. ഏകദേശം ഞാനൊരു മുറി തേങ്ങ എടുത്തു. ഇതിനകത്ത് ഞാൻ പെരുംജീരകവും 2-3 ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇത് വെന്തപ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മഷ്റൂം കറി റെഡിയായി. തേങ്ങ അരച്ച് വെച്ച മഷ്റൂം കറി. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അങ്ങനെ നമ്മുടെ മഷ്റൂം കറി ഇവിടെ അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത്രയും ഞാൻ ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം ഇതിനകത്തേക്കൊന്ന് താളിച്ച് ഒഴിക്കാം. നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ടിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ താളിച്ച് ഒഴിക്കാൻ പോവാണ്. നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. എന്തൊരു മണമെന്നറിയോ. തീർച്ചയായും തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു മിനിറ്റ് വെച്ചേക്കാം. നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം തേങ്ങ അരച്ച് മസാലയൊക്കെ ഇട്ട് അരച്ചുണ്ടാക്കിയ കറി ഭയങ്കര ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല. പ്ലീസ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.